Hi everyone, I'm Sayana, first year MCA student. നമുക്ക് ഇന്ന് വുഡ് കോട്ടിംഗ് ആപ്ലിക്കേഷൻ മെത്തേഡ്സിനെ കുറിച്ച് നോക്കാം. ആദ്യം എന്തിനാണ് നമ്മൾ വുഡ് കോട്ട് ചെയ്യുന്നത് നോക്കാം. വുഡ് കോട്ടിങ്സ് ആർ അപ്ലൈഡ് ടു പ്രൊട്ടക്ട് വുഡ് ഫ്രം മോയ്സ്ചർ, ഇൻസെക്ട്സ് ആൻഡ് ടു ഇംപ്രൂവ് ഇറ്റ്സ് അപ്പിയറൻസ് ആൻഡ് ലൈഫ്. നമ്മൾ വുഡ് കോട്ട് ചെയ്യുന്നത്, ഇതിന്റെ കോട്ടിംഗ് അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചർ, ഇൻസെക്ട് അറ്റാക്സ് അതിൽ നിന്നും തടയാനും അതിന്റെ ലൈഫ്, അതായത് ഒരു വുഡ് ഐറ്റത്തിന്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും അതിന്റെ അപ്പിയറൻസ് കുറച്ചുകൂടെ ഗുഡ് ആക്കാനും വേണ്ടിയിട്ടാണ് വുഡ് കോട്ടിങ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഏതെല്ലാം വുഡ് കോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ഏതെല്ലാം നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രഷിംഗ് മെത്തേഡാണ്. ബ്രഷിംഗ് മെത്തേഡിൽ ഇതിൽ സാധാ നമ്മൾ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്, കൈ കൊണ്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കോട്ടിങ് അപ്ലൈ ചെയ്യുക. സാധാരണ നമ്മൾ പെയിന്റിങ് എല്ലാം ചെയ്യുന്ന പോലെ, പെയിന്റ് അടിക്കുന്ന പോലെ നമ്മളൊരു ബ്രഷ് ഹാൻഡിൽ യൂസ് ചെയ്ത്, കൈ കൊണ്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കോട്ടിങ് അപ്ലൈ ചെയ്യുക. ദ ബ്രഷ് ഹോൾഡ്സ് ദ ലിക്വിഡ് ആൻഡ് സ്പ്രെഡ് ഇറ്റ് ഓവർ ദ സർഫേസ്, യൂഷ്വലി അലോങ് ദ ഗ്രെയിൻ. സാധാരണ ആ ബ്രഷ് ആ കോട്ടിങ് ലിക്വിഡിൽ മുക്കി അത് യൂസ് ചെയ്തിട്ട്, ആ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സർഫേസിൽ എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്യുക. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്മോൾ വർക്ക്സ് ഇല്ല, റിപ്പയറിംഗ് ജോബ്സ്, അങ്ങനത്തെ ഇതിനാണ് നമ്മൾ ഈ ബ്രഷിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക. കാരണം ഇതിന് കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹാൻഡ് കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വർക്കിന്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ലോ കോസ്റ്റ് ആയിരിക്കും, സ്യൂട്ടബിൾ ഫോർ സ്മോൾ ആൻഡ് ഡീറ്റെയിൽഡ് വർക്ക്സ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബ്രഷ് മാർക്സ് മേ ഫോം, സ്ലോ ഫോർ ലാർജ് സർഫേസ്. നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്പ്രേയിങ് മെത്തേഡാണ്. സ്പ്രേയിങ് മെത്തേഡ് എന്ന് പറയുന്നത് the coating is converted into fine droplets using a spray gun and then deposited on the surface. ഒരു സ്പ്രേ ഗൺ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ സ്പ്രേ പെയിന്റ് എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ ആ ഒരു സ്പ്രേ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഈ വുഡ് ഐറ്റത്തിൽ കോട്ടിംഗ് അപ്ലൈ ചെയ്യുക. കോട്ടിംഗ് ഒരു ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടായിരിക്കും ഈ സ്പ്രേ ഗണ്ണിൽ ഉണ്ടാവുക. അത് നമ്മൾ വുഡ് ഐറ്റംസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇത് മെയിൻലി ഒരു സ്മൂത്ത് ഒരു ലെയർ പോലെ, അതിന്റെ മുകളിൽ ഒരു ലെയർ പോലെ ഒരു സ്മൂത്ത് കോട്ടിംഗ്, ഒരു ഫിനിഷിംഗ് ആണ് ഉണ്ടാവുക. വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ആയിരിക്കും. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്മൂത്ത് ആൻഡ് യൂണിഫോം ഫിനിഷ് ആയിരിക്കും, കവേഴ്സ് കോംപ്ലക്സ് ഷെയ്ഡ്സ് ഈസിലി. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിക്വയർ സ്കിൽ ആൻഡ് എക്യുപ്മെന്റ്, കോസ്റ്റ്ലി മെത്തേഡ് ആണ്. അടുത്ത മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിപ്പിംഗ് മെത്തേഡ്. ഈ മെത്തേഡിൽ നമ്മൾ വുഡൻ ഐറ്റംസിനെ കംപ്ലീറ്റ്ലി ഒരു കോട്ടിംഗ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തെടുക്കുക ചെയ്യാം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എക്സസീവ് ആയിട്ടുള്ള കോട്ടിങ്സ് ഒഴിവാക്കാനും ഡ്രെയിൻ ഓഫ് ആവാനും, പിന്നെ അത് മാറിയാൽ ഈ എക്സസ് ആയ കോട്ടിങ് ഒഴിവായി പോയാൽ ഒരു യൂണിഫോം ലെയറിൽ എല്ലാ ജോയിന്റ്സും, നൂക്ക് ആൻഡ് കോർണേഴ്സ് എന്നൊക്കെ പറയും നമ്മൾ, അതുപോലെ എല്ലാ ജോയിന്റ്സിലും എല്ലാ കോർണേഴ്സിലും ആ കോട്ടിങ് അപ്ലൈ ആയിട്ടുണ്ടാവും നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കണം. മറ്റേ ചിലപ്പോൾ സ്പ്രേയിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ എല്ലാ നൂക്ക് ആൻഡ് കോർണേഴ്സിലും എത്തണം എന്നില്ല. സ്പ്രേയിങ്ങിൽ ബ്രഷിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചില കോർണേഴ്സിലൊന്നും എത്തണം എന്നില്ല. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് എല്ലാ ജോയിന്റ്സിലും കോർണേഴ്സിലും കോട്ടിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആൻഡ് യൂണിഫോം കവറേജും ഗുഡ് ഫോർ ബൾക്ക് പ്രൊഡക്ഷൻസും ആയിരിക്കും. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ മെറ്റീരിയൽ കൺസപ്ഷൻ ആണ്, ലോങ്ങർ ഡ്രൈയിങ് ടൈം ആയിരിക്കും. ഈ കോട്ടിംഗ് ഡിപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടാൻ കുറേ ടൈം എടുക്കും. നമുക്ക് അടുത്ത നാലാമത്തെ പറയുന്നത് റോളർ കോട്ടിംഗ് ആണ്. എ റോളർ ട്രാൻസ്ഫോംസ് കോട്ടിംഗ് ഓൺ ടു ദ വെഡ് സർഫേസ്. നേരത്തെ ബ്രഷ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് ബ്രഷ് ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റോളറാണ്. സാധാരണ പെയിന്റ് ഒക്കെ അടിക്കാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ റോളറാണ് യൂസ് ചെയ്യുക. റോളർ ട്രാൻസ്ഫോംസ് കോട്ടിംഗ് ഓൺ ടു ദ വുഡ് സർഫേസ്. ആ റോളർ ഈ കോട്ടിംഗ് ലിക്വിഡിൽ ഡിപ്പ് ചെയ്തിട്ട് ആ റോളർ റോൾ ചെയ്തുകൊണ്ടില്ലേ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വുഡിൽ കോട്ടിംഗ് അപ്ലൈ ചെയ്യുന്നത്. ദ റോളർ റൊട്ടേറ്റ്സ് ആൻഡ് സ്പ്രെഡ് എ കൺട്രോൾഡ് എമൗണ്ട് ഓഫ് കോട്ടിംഗ്, മേക്കിംഗ് ഇറ്റ് ഐഡിയൽ ഫോർ ഫ്ലാറ്റ് ആൻഡ് സ്മൂത്ത് സർഫേസ്. ഈ റോളർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്മൂത്ത് സർഫേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് ഫ്ലാറ്റ് അല്ലാത്തതോ സ്മൂത്ത് അല്ലാത്തതോ ആയ സർഫേസിൽ നമുക്ക് റോളർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റൂല. കാരണം അത് എല്ലാവരുടെയും ഒരു കോട്ടിംഗ് എത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. കുറച്ചുകൂടി ഈസി ആയിട്ട് ഫ്ലാറ്റ് ആൻഡ് സ്മൂത്ത് സർഫേസിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് റോളറിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ആണ്, ലെസ് വേസ്റ്റേജ് ആയിരിക്കും. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലി ഫോർ ഫ്ലാറ്റ് സർഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് അല്ലാത്ത അല്ലെങ്കിൽ സ്മൂത്ത് അല്ലാത്ത സർഫേസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ സ്ഥലത്തും കോട്ടിംഗ് എത്തുകയില്ല, റോളർ യൂസ് ചെയ്യാൻ ഡിഫിക്കൽട്ടും ആയിരിക്കും. നോട്ട് സൂട്ടബിൾ ഫോർ എഡ്ജസ് ഓർ ഡിസൈൻസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക്
കോട്ടിംഗ് എത്തിക്കാൻ പറ്റില്ല. എഡ്ജസ്റ്റിലും അതുപോലെ ഡിസൈൻ ഉള്ള വുഡ് ഐറ്റംസിലാണെങ്കിൽ ആ ഡിസൈൻസിലൊന്നും നമുക്ക് പ്രോപ്പർലി കോട്ട് ചെയ്യാൻ പറ്റില്ല റോളർ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ അഞ്ചാമത്തേന്ന് പറയുന്നത് ഫ്ലോ കോട്ടിംഗ് ആണ്. ഫ്ലോ കോട്ടിംഗ് എന്ന് പറയുന്നത് എ സ്ട്രീം ഓഫ് കോട്ടിംഗ് ലിക്വിഡ് is poured ഓവർ ദ സർഫസ്. ഫ്ലോ കോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വുഡൻ സർഫേസിലേക്ക് ആ ലിക്വിഡ് നമ്മൾ അങ്ങനെ ഒഴിക്കുക ചെയ്യുക. ആ ഒരു ഇപ്പോൾ ഒരു വെർട്ടിക്കൽ ഒരു വുഡിന്റെ ഒരു പീസ് ഉണ്ടെങ്കിൽ ആ വുഡ് പീസിലേക്ക് ആ കോട്ടിംഗ് ലിക്വിഡ് നമ്മൾ അങ്ങ് ഒഴിക്കും. അതായത് സ്ട്രീം ഓഫ് കോട്ടിംഗ് ലിക്വിഡ് is poured ഓവർ ദ സർഫസ്. അത് അങ്ങോട്ടേക്ക് ഒഴിക്കുക ചെയ്യാം. അപ്പോൾ ദ എക്സസ് ലിക്വിഡ് ഫ്ലോസ് ഡൗൺ ആൻഡ് കളക്റ്റഡ് ഫോർ റീയൂസ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ബാക്കി വരുന്നത് താഴേക്ക് വീഴുകയും അത് കളക്ട് ചെയ്ത് വെക്കുകയും അത് റീയൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലോ കോട്ടിംഗ് ചെയ്യുക. എൻഷുറിങ് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാവരുടെയും എത്തിയെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ വുഡ് പീസിലേക്ക് ആ കോട്ടിംഗ് ലിക്വിഡ് അങ്ങ് ഒഴിക്കും. എന്നിട്ട് എക്സസീവ് ലിക്വിഡ്സ് ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യും. അത് ഇങ്ങനെ താഴേക്ക് വീഴുകയും അത് കളക്ട് ചെയ്ത് വെക്കുകയും അത് പിന്നെ റീയൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഫ്ലോ കോട്ടിംഗ് ചെയ്യുക. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂണിഫോം കോട്ടിംഗ് ആയിരിക്കും, ലെസ് വേസ്റ്റേജ് ആൻഡ് സ്പ്രേയിങ് ആയിരിക്കും. സ്പ്രേയിങ്ങിനേക്കാളും ലെസ് വേസ്റ്റേജ് ആയിരിക്കും ആ കോട്ടിംഗ് ലിക്വിഡിന് ഉണ്ടാകും. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നീഡ്സ് പ്രോപ്പർ സെറ്റപ്പ് ആണ്. അതായത് പ്രോപ്പർ സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ റീയൂസ് ചെയ്യാൻ എക്സസീവ് ലിക്വിഡ്സിനെ കളക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഇതാക്കണം. അതുപോലെ പ്രോപ്പർ ആയിട്ട് ആ വുഡ് പീസിനെ പ്ലേസ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നോട്ട് ഫോർ കോംപ്ലക്സ് ഷേപ്സ്. കോംപ്ലക്സ് ഷേപ്സിനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതായത് കുറെ ഓവർ ഡിസൈൻഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ചിലപ്പം കറക്റ്റ് ആയിട്ട് വരണം എന്നില്ല. അടുത്തെന്ന് പറയുന്നത് പാഡിംഗ് ആണ്. പാഡിംഗ് അല്ലെങ്കിൽ ഫ്രഞ്ച് പോളിഷിംഗ് എന്നും പറയും. പാഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം ഇപ്പൊ ഒരു ബ്രഷ്, ഒരു സ്പ്രേ ഗൺ, റോളർ അങ്ങനെയൊക്കെയല്ലേ ചെയ്തത്. ഇവിടെ നമ്മളൊരു ക്ലോത്ത് യൂസ് ചെയ്യാം, ഒരു ക്ലോത്ത് പാഡ്. ആ ക്ലോത്ത് പാഡ് പോളിഷിൽ സോക്ക് ചെയ്തിടും. എന്നിട്ട് ആ ക്ലോത്ത് പാഡ് യൂസ് ചെയ്തിട്ട് സർക്കുലർ ഇല്ലെങ്കിൽ ലീനിയർ മോഷനിൽ ആ ഒരു വുഡൻ ഐറ്റത്തിൽ ഇല്ല വുഡൻ പീസിൽ നമ്മൾ റബ്ബ് ചെയ്യാം. അങ്ങനെയാണ് ഈ കോട്ടിങ് ചെയ്യാം. ഇത് ചെയ്യാന്ന് വെച്ചാല് മൾട്ടിപ്പിൾ തിൻ ലെയേഴ്സ് ആർ അപ്ലൈഡ് ടു അച്ചീവ് എ ഗ്ലോസി ആൻഡ് സ്മൂത്ത് ഫിനിഷ്. ഒരു സ്മൂത്തില് ഗ്ലോസി ഫിനിഷ് കിട്ടണമെങ്കിൽ മൾട്ടിപ്പിൾ തിൻ ലെയേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നാലേ ഒരു ഗ്ലോസി ആൻഡ് സ്മൂത്ത് ഫിനിഷ് നമുക്ക് കിട്ടും. നമ്മളിത് ഒരു ക്ലോത്ത് പാഡ് സോക്ക് ചെയ്തിട്ട് പോളിഷിൽ സോക്ക് ചെയ്തിട്ട് ആ ക്ലോത്ത് പാഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വുഡൻ പീസിൽ റബ്ബ് ചെയ്തിട്ടാണ് കോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സ് നമ്മൾ ചെയ്യേണ്ടി വരും ഒരു ഗ്ലോസി ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെരി സ്മൂത്ത് ആൻഡ് ഗ്ലോസി ഫിനിഷ് കിട്ടും, ഹൈ ക്വാളിറ്റി അപ്പിയറൻസ് ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഈവൻലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ മൾട്ടിപ്പിൾ തിൻ ലെയേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു, അതൊക്കെ കൊണ്ട് ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ റിക്വയർ സ്കിൽ, നല്ല സ്കില്ലും വേണം ചെയ്യാൻ. അടുത്ത ആൻഡ് ഫൈനൽ മെത്തേഡ് എന്ന് പറയുന്നത് കേർട്ടൺ കോട്ടിംഗ് ആണ്. കേർട്ടൺ കോട്ടിംഗ് എന്ന് പറയുന്നത് വുഡ് പാനൽസ് പാസ് ത്രൂ എ കേർട്ടൺ ഓഫ് കോട്ടിംഗ് ലിക്വിഡ്. ഈ വുഡ് പാനൽസിൽ ഒരു കേർട്ടൺ ഓഫ് കോട്ടിംഗ് ലിക്വിഡിലേക്ക് പാസ് ചെയ്ത് ഒരു മെഷീൻ പോലെ ഒരു പാസ് ചെയ്ത് വിടുക ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് പാസ് ചെയ്ത് വിടുമ്പോൾ ആ ലിക്വിഡ്, ആ പോളിഷ് ലിക്വിഡ് ഒരു ഷീറ്റ് പോലെ ഈ വുഡൻ ഐറ്റത്തിന്റെ മേലെ വീണിട്ട് കോട്സ് ദ സർഫേസ് ഈവൻലി ഇൻ എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു ഷീറ്റ് പോലെ ആ ലിക്വിഡ് ഈ വുഡൻ ഐറ്റത്തിന്റെ മേലിൽ പ്ലേസ് ആവുക ചെയ്യാം. അങ്ങനെ പ്ലേസ് ആയിട്ട് എല്ലാ സർഫേസിലും ഈവൻലി കോട്ടിംഗ് അപ്ലൈ ആവും. അങ്ങനെയാണ് കേർട്ടൺ കോട്ടിംഗ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെരി ഫാസ്റ്റ് പ്രോസസ് ആയിരിക്കും, യൂണിഫോം തിക്നെസ് കിട്ടും. അതൊരു ഷീറ്റ് പോലെ ഈവൻ തിക്നെസ്സിൽ എക്സാക്ട് എല്ലാ സ്ഥലത്തും ഒരേ തിക്നെസ്സിൽ ഒരു ഷീറ്റ് പോലെ വീഴുന്നുണ്ടെങ്കിൽ ഒരേ തിക്നെസ് കിട്ടും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് എക്യുപ്മെന്റ് ആണ്. ഈ ഒരു എക്യുപ്മെന്റിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഓൺലി ഫോർ ഫ്ലാറ്റ് സർഫേസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോളറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഷീറ്റ് ലൈക്ക് ആയിട്ട് വീഴുന്നതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് സർഫേസിലായിരിക്കും കുറച്ച് കൂടുതൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ കോട്ട് ചെയ്യാൻ പറ്റും. സ്മൂത്ത് അല്ലാത്ത സർഫേസ് എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ഒരുപോലെ ഇതാവണം എന്നില്ല. അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈച്ച് മെത്തേഡ് ഇസ് ചൂസൺ ബേസ്ഡ് ഓൺ കോസ്റ്റ്, സർഫേസ് ടൈപ്പ് ആൻഡ് ക്വാളിറ്റി റിക്വയർഡ്. നേരത്തെ പറഞ്ഞു ചിലത് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ് ഉണ്ട്, ചിലത് ഫ്ലാറ്റ് സർഫേസ്, ഇല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ്, ഈ റോളർ നേരത്തെ പറഞ്ഞ പോലെ കർട്ടൺ കോട്ടിംഗ് എല്ലാം അങ്ങനത്തെ ഇതിലാണ്. അപ്പോൾ കോസ്റ്റും സർഫേസ് ടൈപ്പും ക്വാളിറ്റി റിക്വയർമെന്റും. ഇപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി സാധനം വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോത്ത് പാഡ് യൂസ് ചെയ്തിട്ടൊരു ഇത് പറഞ്ഞില്ലേ, അതേതായിരുന്നു, പാഡിങ്ങിൽ നമ്മൾ പറഞ്ഞു ഹൈ ക്വാളിറ്റി കിട്ടും, ഇല്ല ഹൈ
ക്വാളിറ്റി അപ്പിയറൻസ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഏത് ടൈപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കോട്ടിംഗ് മെത്തേഡും യൂസ് ചെയ്യുക. പിന്നെ സിമ്പിൾ മെത്തേഡ്സ് ലൈക്ക് ബ്രഷിംഗ് ആർ യൂസ്ഡ് ഫോർ സ്മോൾ വർക്ക്സ് വൈൽ സ്പ്രേയിങ് ആൻഡ് കേർട്ടൺ കോട്ടിംഗ് ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ഫോർ ബെറ്റർ ഫിനിഷ് ആൻഡ് സ്പീഡ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്മോൾ വർക്ക്സ് ആണ് ബ്രഷിങ് അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യും. ഇൻഡസ്ട്രീസിൽ സ്പീഡായിട്ടും ബെറ്റർ ഫിനിഷിലും കിട്ടണമെങ്കിൽ സ്പ്രേയിങ് കേർട്ടൺ കോട്ടിംഗ് അങ്ങനത്തെ ഏത് ടൈപ്പിലാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കോട്ടിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. താങ്ക് യു.